ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഐക്യത്തോടെ കെട്ടുറപ്പോടുകൂടി മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണ്. എതിരാളികളെ വിസ്മയിപ്പിച്ച് എതിരാളികളെ വെല്ലുവിളിച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടിക, യുവത്വത്തിനും പരിചയസമ്പത്തിനും സ്ത്രീത്വത്തിനുമെല്ലാം പരിഗണന നൽകുന്ന സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യമിടുന്നില്ല. 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനെ കേരളത്തിന്റെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന സ്വപ്നവുമായാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. 10 വർഷമായി അധികാരത്തിന് പുറത്തുള്ള കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരണം. ജാതിമത വർഗീയ ശക്തികൾ ആർത്തനാദവും അട്ടഹാസവുമായി കടന്നു വരുന്ന ഇന്ത്യ രാജ്യത്ത് പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പടയണി തീർത്ത് അവരെ തടഞ്ഞു നിർത്തുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് 10 വർഷമായി കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതാണ് കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രം വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പൂർത്തിയാക്കിയ തിരുവനന്തപുരത്ത് സമാപിച്ച പുതിയുഗ യാത്ര വലിയ ജനപിന്തുണയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളും പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് ഈ യാത്ര ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 പദ്ധതികളുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്ന, കേരളത്തിലെ സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്ന, കേരളത്തിലെ സാധാരണക്കാർക്ക് അവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരാൻ തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്തിരിക്കുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കേരളത്തിലെ വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കും, കേരളത്തിലെ എല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയുള്ള ആരും കൈയടിച്ചു പോകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ കോൺഗ്രസ് ഈ പദ്ധതി പ്രഖ്യാപിച്ച തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും കർണാടകയിലുമെല്ലാം പ്രഖ്യാപിച്ച പദ്ധതികൾ അധികാരത്തിലേറി 3 മാസത്തിനകം നടപ്പിലാക്കി ജനങ്ങളുടെ കയ്യടി നേടി ജനങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ പ്രഖ്യാപനം തിരുവനന്തപുരത്തിന്റെ പുത്തരിക്കണ്ടം മൈതാനത്ത് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയിലൂടെ കേരളത്തിന്റെ നവോത്ഥാന പോരാട്ട ഭൂമികയിൽ സമാനതകളില്ലാത്ത ചരിത്രം രചിച്ച അനന്തപുരിയുടെ മണ്ണിൽ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപനം നടത്തുമ്പോൾ തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് രാഹുലിനെ കാണാനും കേൾക്കാനും വന്ന ആളുകൾ മാത്രമല്ല, ഇത് കേട്ടറിഞ്ഞ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും കയ്യടിയോടുകൂടിയാണ് ഈ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. അതാണ് ഈ പ്രഖ്യാപനത്തിന്റെ മഹത്വം. കേരളത്തിലെ സ്ത്രീകളെ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ്, കേരളത്തിലെ വയോജനങ്ങളെ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ്, കേരളത്തിലെ യുവാക്കളെ യുവതികളെ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസമായി അവർക്ക് അത്താണിയായി ഞങ്ങൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത്. എന്തായാലും 140 മണ്ഡലങ്ങളിലും മാറ്റുരച്ച് നോക്കിയാൽ പത്തരമാറ്റിന്റെ തിളക്കത്തോടെ പുറത്തു വരുന്ന മിന്നും താരങ്ങളെ 916 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 10 വർഷമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയങ്ങളോടുള്ള എതിർപ്പ്, പിണറായിസത്തിനോടുള്ള എതിർപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും കരുതുന്നത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നേടിയ മിന്നും വിജയത്തിന്റെ മറ്റൊരു പതിപ്പ് ഈ നിയമസഭയിൽ തെരഞ്ഞെടുപ്പിലും നേടാമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി കണക്ക് കൂട്ടുകയാണ്. ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ്. താഴെത്തട്ടുള്ള സംഘടനാ പ്രവർത്തനം കൃത്യമായി എണ്ണയിട്ട യന്ത്രം കണക്കെ മുന്നോട്ട് പോകുന്നു. ബൂത്ത് തലങ്ങളിലെ പ്രവർത്തകർ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ്. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തകർക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യമാണ്. 2026 മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന സ്വപ്നമാണ് എല്ലാ വിഭാഗം പ്രവർത്തകന്മാർക്കുമുള്ളത്. എന്തായാലും ഈ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തോളോട് തോൾ ചേർന്ന നേതാക്കന്മാരോടൊപ്പം പ്രവർത്തകരും കൂടി തെരുവിലിറങ്ങുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോൾ തീപ്പാറുന്ന പോരാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം കത്തിയമരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുമ്പോൾ ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ കേരളത്തിന്റെ മണ്ണിലെത്തി ഉഴുതുമറിച്ച വിത്തിട്ട അതിന് വളം നൽകി മുന്നോട്ട് പോകുമ്പോൾ കേരളം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോഴുമുള്ളത് നേരിയ എഡ്ജ് ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും തന്നെയാണ്. ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ മെയ് മാസം 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ അധികാരത്തിന്റെ പാന്താവിലേക്ക് നടന്നു വരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോഴും വിശ്വസിക്കുന്നത്.